അങ്ങനെ നമ്മൾ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തയിൽ നിന്ന് നേരെ പോകുന്നത് നടന്നു കഴിഞ്ഞ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളിലേക്കാണ്. രാഷ്ട്രീയ ഉപേക്ഷത്തിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ. തേജസ്വി യാദവും റമീസും സഞ്ജയ് യാദവുമാണ് തന്നെ കുടുംബത്തിൽ നിന്നും അകറ്റിയതെന്നും രോഹിണി രാജ്യം മുഴുവൻ RJDയുടെ വൻ പരാജയത്തിൽ ആശങ്കാകുലരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നേതാക്കൾ തയ്യാറാകുന്നില്ലെന്നും രോഹിണി ആചാര്യ പ്രതികരിച്ചു. വിവരങ്ങൾ ഐസൻ ജോസ് നൽകും. ഐസൻ, ഈ വലിയൊരു തോൽവി പ്രതീക്ഷിച്ചതിലും വലിയൊരു ആഘാതമാണ് RJDക്ക് നേരിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് രോഹിണി ആചാര്യ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന പ്രതികരണം വരുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ ഒരു വൈകാരിക പ്രതികരണവുമായി രോഹിണി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അല്ലേ ഐസൻ? തീർച്ചയായും ഇന്നലെ തന്നെ നിഖിൽ ഇക്കാര്യം സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് രോഹിണി ആചാര്യ രംഗത്തെത്തിയത്. രോഹിണി ആചാര്യ ഇന്നലെ പരാമർശിച്ച പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. തേജസ്വി യാദവിന്റെയും റമീസിന്റെയും അതുപോലെ തന്നെ സഞ്ജയ് യാദവിന്റെയും ഒക്കെ പേരുകൾ ഇന്നലെ പരാമർശിച്ചിരുന്നു. ആ പരാമർശിച്ചവരുടെ തന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് താൻ എന്തുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അകന്നുപോയി എന്നത് സംബന്ധിച്ച്. താൻ കുടുംബത്തിൽ നിന്ന് അകലാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും അവരാണ്. തേജസ്വി യാദവിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചാണ് അവർ പ്രതികരിക്കുകയും ചെയ്തത്. അവർ ഒരു ഔദ്യോഗിക സ്വകാര്യ പരിപാടിക്കായി പുറത്തെങ്ങോ എത്തിയ സമയത്താണ് മാധ്യമപ്രവർത്തകർ ഇവരെ കാണുകയും പ്രതികരണം ആരായുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഈ RJDയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ആഘാതത്തിന് പിന്നാലെ ഒരു ഉത്തരവാദിത്വമില്ലാതെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത് എന്ന രൂക്ഷമായൊരു നിലപാടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പല രീതിയിലുള്ള നിരാശയ്ക്കുള്ള സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ട് എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ മുന്നോട്ട് വെച്ച വിഷയം 2024 തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകി ഒന്നും നടത്തിയില്ല എന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായും ഉള്ളത് എന്നാണ്. അവിടെ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കുടുംബത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എന്ന സമൂഹ മാധ്യമ പോസ്റ്റുമായി ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തത്. അത്തരത്തിൽ ഇന്നലെ രംഗത്തെത്തിയതിനു ശേഷം ഇന്ന് വിശദീകരണവുമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് വളരെ കൃത്യമായി തന്നെ കുടുംബത്തിൽ നിന്ന് അകറ്റിയത് ഈ 3 പേരും ഉത്തരവാദികളാണെന്നും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നിരുത്തരവാദപരമായ നിലപാടാണ് തേജസ്വി യാദവിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതുമായ ഒരു രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, വലിയൊരു പരാജയമാണ് RJDയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന രോഹിണി ആചാര്യയുടെ ആ ഒരു പ്രതികരണം തന്നെ വളരെ കൃത്യമാണ്. ഇതുവരെ അത്തരത്തിലൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു നിലപാട് RJDയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വരികയോ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.